നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് എന്തെന്നാൽ അശ്വതി നക്ഷത്രക്കാരുടെ പ്രണയബന്ധത്തിനെ പറ്റിയുള്ള റീഡിംഗ് ആണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പ്രണയിക്കുന്നതായിട്ട് കുറേ ആൾക്കാർ ഉണ്ടായിരിക്കാം. ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നവരും സന്തോഷം അനുഭവിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ ചിലരൊക്കെ മാനസിക ടെൻഷൻസ് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പ്രണയബന്ധത്തിൽ വിശ്വസിക്കാമോ എന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. യൂണിവേഴ്സ് ഗൈഡ് മീ. യൂണിവേഴ്സ് guide me. Universe യൂണിവേഴ്സിന് എന്താണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ അവരുടെ പ്രണയബന്ധത്തിനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവരെ പ്രണയിക്കുന്നവരാണ്, അതായത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പ്രണയിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് ഇതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാർഡ് സ്പ്രെഡ് ചെയ്യുകയാണ്. വന്നിരിക്കുന്ന കാർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഹെർമിറ്റ്, ദ ഹാങ്ഡ് മാൻ, ക്യൂൻ ഓഫ് വാൻഡ്സ്, 10 ഓഫ് വാൻഡ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 8 of swords, the high priestess, temperance. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി ഒരു പ്രണയബന്ധം എടുത്തു ചാടി തുടങ്ങുന്ന ഒരു വ്യക്തിയല്ല. പ്രണയബന്ധം തുടങ്ങിയതിന് ശേഷം വരുന്ന ദോഷഫലങ്ങളും നല്ല വശങ്ങളും എല്ലാം ആലോചിച്ച് ഈ ഒരു ബന്ധം വേണോ വേണ്ടായോ എന്ന് കുറേ തവണ ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ഈ വ്യക്തി പ്രണയബന്ധങ്ങളിൽ വേണോ വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്യുന്ന വ്യക്തി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം 100% ഉറപ്പിക്കാം, അയാൾ എടുത്തു ചാടിയുള്ള ഒരു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിലല്ല നിങ്ങളുടെ അടുത്ത് വന്ന് അയാളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞത്. ഒരുപാട് തവണ ആലോചിച്ച് ഇത് വേണം എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് ആ വ്യക്തിയുടെ ഇഷ്ടം പറയുന്നത്. അങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയോട് അങ്ങോട്ടാണ് നിങ്ങളുടെ ഇഷ്ടം ചെന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ഒരു തീരുമാനം ആ വ്യക്തി തരുന്നതായിരിക്കില്ല. കുറച്ച് നാൾ ആ ഒരു വ്യക്തി ഇരുത്തി ചിന്തിച്ചിട്ട് മാത്രമേ നിങ്ങൾക്കൊരു മറുപടി തരികയുള്ളൂ. ഒരിക്കലും അതുകൊണ്ട് പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ ഇഷ്ടം പോയി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അശ്വതി നക്ഷത്രക്കാർ എന്നുള്ളത്. ആ ബന്ധം തുടർന്ന് പോയാൽ ഉണ്ടാകുന്ന നല്ല വശങ്ങളെക്കാൾ കൂടുതൽ മോശവശങ്ങളായിരിക്കും ആ ഒരു വ്യക്തി ചിന്തിച്ചു കൂട്ടുന്നത് കംപ്ലീറ്റ്. ആ വ്യക്തി, അതായത് ആ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു ബന്ധം തുടർന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെഗറ്റീവ് കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ നിന്നും ഉറപ്പായും പിന്മാറുന്നതാണ്. ഈ ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്ക് പ്രണയബന്ധം തുടങ്ങാമെന്ന് തീരുമാനിച്ചാൽ പോലും ആ ഒരു ലൈഫ് സ്മൂത്തായി പോകുന്നതായിരിക്കും ആഗ്രഹം.
ആ ഒരു ബന്ധം തുടരുവാൻ തന്നെ ഈ വ്യക്തി ഒരുപാട് ടെൻഷൻസ് എടുത്ത് തലയിൽ വയ്ക്കുവാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നല്ല ഒരു സന്തോഷകരമായ ഒരു ലൈഫുമായിട്ട് പോകാനാണ് ഈ ഒരു വ്യക്തി, അതായത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി ആഗ്രഹിക്കുന്നത്. സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും കൂടിയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയാണ് ഡോമിനേഷൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഡോമിനേറ്റ് ചെയ്ത് എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ആ വ്യക്തികളുടെ പല തീരുമാനങ്ങളും നിങ്ങളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കും. നിങ്ങളെ കൊണ്ട് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കും. ഇതൊന്നും നിങ്ങളോടുള്ള സ്നേഹക്കുറവുകൾ കൊണ്ട് ചെയ്യുന്നതല്ല, നിങ്ങളോടുള്ള സ്നേഹം. അതായത് ഈ വ്യക്തി ഒരു പ്രണയബന്ധത്തിൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ 100% ആ ബന്ധത്തിൽ ആത്മാർത്ഥത പുലർത്തുന്നതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ. പക്ഷെ അവരുടെ പാർട്ട്ണർ ഭരിക്കുന്നത് ഇഷ്ടപ്പെടില്ല. പാർട്ട്ണർ പറയുന്ന മിക്ക കാര്യങ്ങളും അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്തു കൊടുക്കാനും അനുസരിക്കാനും ഭയങ്കര മടിയുള്ളവരായിരിക്കും ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി പ്രണയബന്ധത്തേക്കാൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ജോലിക്കാണ്, അവരുടെ ജോബിനാണ്. ജോബ് കഴിഞ്ഞിട്ട് മാത്രമേ അവർ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സർപ്രൈസ് തരാനും സർപ്രൈസ് ഗിഫ്റ്റ് തരാനും ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. പ്രണയബന്ധത്തിലിരിക്കുമ്പോൾ അവരുടെ പാർട്ട്ണറിനെ, പ്രണയബന്ധത്തിലാവട്ടെ ദാമ്പത്യ ജീവിതത്തിലാവട്ടെ, അവരുടെ പാർട്ട്ണറിനെ ഒരുപാട് സർപ്രൈസ് കൊടുത്ത് എപ്പോഴും സന്തോഷകരമായി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ. പക്ഷെ ഒരിക്കലും അവരുടെ ഭാര്യ പറയുന്നതോ ഭർത്താവ് പറയുന്നതോ ഒന്നും അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഇവർക്ക് ഭയങ്കര മടിയാണ്. അവരതൊന്നും അങ്ങനെ പെട്ടെന്ന് അംഗീകരിച്ച് തരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമകളല്ല. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഏത് തരം റിസ്ക് എടുക്കാനും റെഡി ആയിട്ടുള്ളവരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള വിവാഹ ബന്ധത്തെ പറ്റി വീട്ടിൽ പറയുമ്പോൾ പേരൻസിൻ്റെ, മാതാപിതാക്കളുടെ അഭിപ്രായത്തിന് വളരെയധികം വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ. മാരേജിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വീട്ടുകാർ പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ. നിങ്ങളെയും അവരെയും, അതായത് വീട്ടുകാരെയും ഒരുപോലെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവർ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി വീട്ടിൽ സമ്മതിപ്പിക്കാൻ വേണ്ടി ഒരുപാട് റിസ്ക് ഇവരെടുക്കും. പക്ഷേ വീട്ടിൽ അവരുടെ മാതാപിതാക്കളുടെ ഡിസിഷനാണ് അയാൾ വില കൊടുക്കുന്നത്. ആ വ്യക്തി ഒരുപാട് ശ്രമിക്കും വീട്ടിൽ സമ്മതിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ബന്ധത്തിനെ പറ്റി വീട്ടിൽ സമ്മതിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക്കും ഒരുപാട് എഫേർട്ടും എടുക്കും. പക്ഷേ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ ഈ ഒരു ബന്ധം സമ്മതിക്കത്തില്ല എന്ന് 100% ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാനാണ് സാധ്യത. അങ്ങനെ ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പ്രണയിക്കുന്നവരാണോ നിങ്ങൾ ആണെങ്കിൽ ആ വ്യക്തികളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് ഇതാണ്. ആ ഒരു റിലേഷൻഷിപ്പുമായി തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% ആ വ്യക്തിയോട് ചോദിച്ച് ഉറപ്പ് വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആരൊക്കെ എതിർത്താലും നിങ്ങളെ കൈവിടുമോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചോദിച്ച് ഉറപ്പ് വരുത്തുക. ഇവർ 100% വിശ്വസിക്കാൻ കൊള്ളാവുന്നവരും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ 100% കമ്മിറ്റഡും ഒക്കെയാണ്. പക്ഷേ അവരുടെ വീട്ടുകാരുടെ ഒരു അഭിപ്രായം വരുമ്പോഴത്തേക്ക് ഈ വ്യക്തി അതായത് ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ വീട്ടിലുള്ളവരുടെ അഭിപ്രായത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായി പരിശോധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹബന്ധത്തിന് വില കൊടുക്കുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നുണ്ടോ, ആ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അടിച്ചേൽപ്പിക്കാനാണോ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്, ആരൊക്കെ എതിർത്താൽ തന്നെയും നിങ്ങളെ അവരുടെ ലൈഫിൽ ചേർത്ത് പിടിക്കുമോ,
ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകാവൂ. അപ്പോൾ ഇതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പ്രണയിക്കുന്നവർക്കായി യൂണിവേഴ്സിന് തരാനുള്ള മെസ്സേജ്. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവരുടെയും കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതുമായിരിക്കും. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അതുവരെ ബൈ, ടേക്ക് കെയർ.